ഞാന് മധു ബാലകൃഷ്ണൻ ചേട്ടന്റെ ശബ്ദത്തിൽ പാടാനാണ് ആദ്യം പോകുന്നത്. ഏതാ പാട്ട്? രാവേറെയായി പോവേ. ഓർക്കസ്ട്ര. ഓർക്കസ്ട്ര ബാക്കിംഗ്. രാവേറെയായി പോവേ. റെഡി? രാവേറെയായി പൂവേ പൊൻചെമ്പനി പൂവേ ഒരു യാത്രികനീ വഴി പോകണം ഒരു കാൽ പെരുമാറ്റം കേട്ടുണരു ഇരുൾ വീണ മനസ്സിലൊരിത്തിരീരൻ തൂവിരൽ തൊട്ടുഴിയൂ. ആളത്ര മോശമൊന്നുമല്ല. അനീഷ നന്നായി ഗംഭീരായിട്ടുണ്ട്. കേട്ടാ ഇനി നമ്മുടെ എം ജി സാറിന്റെ ഒരു മാർക്കിടുന്ന ഒരു സംഭവം. അടുത്ത് 10,000 രൂപയുടെ ചോദ്യമാണ്. ഇനി സംഗതിയൊന്നും അത്ര പോരാ, ഞാൻ പാടി തരാം. തകളെത്തി തത്തും കല്യാണം. കല്യാണത്തിന് തത്തേക്ക് ഇങ്ങോട്ട് വരട്ടെ. അടുത്ത നടന്മാരുടെ ശബ്ദത്തിലേക്ക് ശ്രീനിവാസൻ ചേട്ടന്റെ ഒരു ശബ്ദം. അമ്മാമ നക്ക് 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 ദാസ കുണക്കട്ട കോഴി കോളക്കോഴി കുന്നും ചാരുവില വയറ്റാട്ടി കേട്ടു ദാസ. പപ്പടം വലുത് വേണോ അതോ ചെറുത് മതിയോ? മീനവിലുണ്ട്, ഭയങ്കര മനോഹരമായിരിക്കും. എന്നെ കൂടെ അമേരിക്കയ്ക്ക്. അടുത്തത് ഇനി നമ്മുടെ ഇന്ദ്രജിത്ത് ഏട്ടന്റെ ശബ്ദം. 10-20 കൊല്ലമായില്ലേ പിള്ളേച്ച പ്രതികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇങ്ങനെയാണോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത്? എന്താണ് നിന്റെ പേര്? വട്ടപ്പേര് പറയടാ. കൊള്ളാം, നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. പക്ഷെ നാളെ വരുമ്പോ ആ മീശ അവിടെ കാണരുത്, വടിച്ചേച്ച് വരണം കേട്ടോടാ. ക്ലീൻ ഷേവ്. അനീഷിന്റെ സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരത്ത്. അല്ല, ഈ അനീഷില് ഏത് ഭാഗത്തുള്ളതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ നല്ല കറക്റ്റ് മലയാളം ശുദ്ധമായ മലയാളം പറയുന്നു. അനീഷ, ഇനി എന്താണ് വേറുള്ളത്? ഇനി ഉമ്മയൊക്കെയുടെ ഒരു പാട്ട്. ഉമ്മർക്ക് ശോഭി ഞാനും എന്റെ ആളും 40 പേരും പൂമരം കൊണ്ടൊരു കപ്പലുണ്ടാക്കി. ആ കപ്പലിലാണ് പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. അല്ല, അനീഷ് മണിച്ചന്റെ പാട്ടൊന്നും പാടത്തില്ല. അനീഷ് മണിച്ചന്റെ പാട്ടൊന്നും അനീഷ് പാട്ട്. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ നിക്കർ വലിച്ചെന്റെ കൈയിൽ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണ് ഓട്ടോ വണ്ടി. എന്റെ അച്ഛന് ഓട്ടയാണ് ഓടുന്നത്. എന്റെ അച്ഛന് ഓട്ടയാണ് ഓടുന്നത്. ഇതില് അനീഷിന്റെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടോ? അവരെ വേദിയിലേക്കൊന്ന് വിളിക്കായിരുന്നു. അനീഷിന്റെ അച്ഛനും അമ്മയും പ്ലീസ് സ്വാഗതം. വരൂ. ഞങ്ങൾ ആദ്യം അഭിനന്ദനം അറിയിക്കുന്നത് ഈ അച്ഛനും അമ്മയ്ക്കാണ്. ഞാൻ വിളിച്ചതും അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനൊരു ന്യൂനതയുള്ള ഒരു മകനെ നീ ഒന്നും ചെയ്യണ്ട, അവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഇവരങ്ങനെ ഒതുക്കിയിരുത്തിയില്ല. ഇവർ രണ്ടുപേരും മാക്സിമം പ്രോത്സാഹനം കൊടുത്ത് വേദികളിലൂടെ കൊണ്ടു നടന്നാലേ ഇദ്ദേഹത്തിന് പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു കലാകാരനാക്കാൻ വേണ്ടി ഇവര് എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും അനീഷിനെ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. അതാണ് ഞാൻ അച്ഛനെ അമ്മയും കാണണമെന്ന് പറഞ്ഞത്. അച്ഛൻ എന്താണ് പറയാനുള്ളത്? അനീഷിനെ എങ്ങനെയാണ്? വന്നതിൽ വലിയ സന്തോഷം തന്നെ. അനീഷിനെ നമുക്ക് ചികിത്സക്ക് കൊണ്ടുപോയപ്പോ ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ അതോ മാറ്റാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പറ്റില്ലെന്നാണ് ജന്മനെ ഞരമ്പിന്റെ കുഴപ്പമാണ്. ആണല്ലേ? അപ്പൊ പിന്നെ ഒരുപാടടുത്ത് കൊണ്ടുപോയി അല്ലേ?
ഇതില് ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത ഒരാളോട് കാണിക്കുന്ന ഒരു സ്നേഹമല്ല, ഞങ്ങള് ഒരു തികഞ്ഞ കലാകാരനോട് കാണിക്കുന്ന അതാണ്. എല്ലാ ബഹുമാനമാണ്. അമ്മയ്ക്ക് വേണ്ടി നമുക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? അമ്മ മഴക്കാറിന് കണ്ണീരഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവയിൽ പാടത്ത് കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ തിരഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി. അമ്മ മഴക്കാറിനു കണ്ണീരഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഇത്രയും കഴിവുള്ള ഒരു മോനെ കിട്ടിയതിൽ അഭിമാനിക്കല്ലേ അമ്മ വേണ്ടത്? അതിന്റെ സന്തോഷം കണ്ടിട്ടില്ലേ ഇത്, അല്ലേ? ഇത്രയും കാലം അനീഷിനെ നോക്കാനും കുടുംബം നോക്കാനും ഒക്കെ വേണ്ടി അച്ഛൻ കുറെ ഓടിയിട്ടുണ്ട് ഓട്ടോ ആയിട്ട്. ഇനിയിപ്പം അച്ഛൻ ഓടേണ്ടി വരത്തില്ല, അനീഷ് ഓടിക്കോളും. അനീഷിന്റെ കൂടെ നിങ്ങൾ പോയാൽ മതി. അതെ, ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിവുള്ള കലാകാരനെ ഏൽപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. ഇദ്ദേഹത്തിന് വേദികൾ ഉണ്ടാകണം, ഇദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം ഉണ്ടാകണം. അത് നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും അനീഷ് തിരുവനന്തപുരം അമ്മയെ അച്ഛനും തന്നെ കൈപിടിച്ച് കൊണ്ടുപോയിക്കോളൂ മോനെ.